കുഞ്ഞൂസിനും മേട്ടൂരും ശങ്കരയ്ക്കൊക്കെ കൊടുക്കുന്ന ഫുഡിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ തലക്ക് മാറി വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ആദ്യം തന്നെ ഇവരെ കൂടിനെ പുറത്തേക്ക് ആക്കുമ്പോൾ തന്നെ മേട്ടു ശങ്കരനെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തിട്ടോ. എന്താണെന്നറിയില്ല, ഈ കുട്ടി ശങ്കരനെ ഭയങ്കരമായിട്ട് ഐത്തം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മാറുമെന്നൊക്കെ ശങ്കര കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ ഒക്കെ റെഡി ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ചീത്ത പറഞ്ഞിട്ടും പെണ്ണങ്ങോട്ട് മാറുന്നൊന്നുമില്ല കേട്ടോ. ശങ്കരി ഇടയിൽ കയറി കളിക്കുന്നുണ്ട്. അവസാനം ഞാനൊരു വള്ളി എടുത്ത് ഇങ്ങനെ ആട്ടിയപ്പോൾ തന്നെ ആ പരിപാടി അങ്ങോട്ട് നിർത്തി കേട്ടോ. കുഞ്ഞുസേ അങ്ങനെ ചീത്ത പറയരുത്, നല്ല കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആൾ എൻ്റെ മുന്നിൽ നല്ല പിള്ളേർ ടയറിൽ ഇരിക്കുന്നുണ്ട്. എന്നാലും ശങ്കരനടുത്ത് വരുമ്പോൾ മുരളച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ പേടിച്ചുകൊണ്ടാണ് തോന്നുന്നുണ്ട് ചെയ്യാത്ത രീതിയിലൊക്കെ നിൽക്കുക കേട്ടോ. പാവാള് അയ്യോ, എനിക്ക് ഇവർ രണ്ടാളെ എപ്പോഴും ശങ്കറിനെ കുഞ്ഞുസിനെ കാണുമ്പോൾ എപ്പോഴും ഒരേപോലെയൊക്കെ തോന്നാറുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലും തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ താഴ്ന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ആദ്യം തന്നെ ഇവർക്ക് ഇവരുടെ പാലങ്ങോട്ട് കാച്ചിട്ടോ. ഇതിന് ഞാൻ ആദ്യം പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മേട്ട് വന്നതിന് ശേഷമാണ് ആ ശീലം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം മേട്ടിന് പാൽ ഇഷ്ടമില്ല, അപ്പോൾ ഒരാൾക്കായിട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കൽ മാറ്റിയതാണ് കേട്ടോ. ഇപ്പോൾ മറ്റവർക്ക് 2 പേർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ അവരുടെ ഫുഡ് ഞാൻ കുഞ്ഞൂസിനും കൊടുക്കാറുണ്ട് കേട്ടോ. ആളത് കഴിക്കുന്നുണ്ട്, ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ ഞാൻ അവരുടെ ആ ഒരു ഫുഡ് ഇട്ടതിന് ശേഷം പാലൊഴിക്കും. ഇത് ഇവർക്ക് സെറ്റാക്കുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് ഒരാൾ ഭയങ്കര ബഹളമായപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഫ്രൂട്ട് ഇങ്ങോട്ട് എടുത്ത് ആൾക്ക് കൊടുത്തു. രാവിലെയാണ്, പക്ഷേ എന്താ ചെയ്യുക, വേറൊരു മാർഗ്ഗമില്ലല്ലോ. പിന്നെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇവരുടെ ഈ പാലെടുത്ത അതേ അളവിന് ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഞാനിതിൽ ഒഴിക്കാറുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ ഒരു ഫുഡ് കുഞ്ഞൂസിനും ശങ്കരനും കൊടുക്കാറുള്ളത് കേട്ടോ. ഇത് മുഴുവനും 3 പേരും അങ്ങോട്ട് കഴിക്കും കേട്ടോ. കുഞ്ഞൂസിനും ഭയങ്കര ഇഷ്ടമാണ്. ശങ്കരൻ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഉറക്കം പതിവുള്ളതാണ് കേട്ടോ. പുറത്താവുമ്പോൾ അവർ ഉറങ്ങാറില്ല. അപ്പോൾ കുറച്ച് സമയം ഞാൻ അവരെ പുറത്തിരുത്തിയതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റാറുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇത് മേട്ടൂന് കൊടുക്കാത്തതെന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മേട്ടൂന് പാൽ ഇഷ്ടമല്ല. പാൽ മാത്രമല്ല, ഈ സംഭവം ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നാൾക്കൊന്ന് കൊടുക്കാൻ ട്രൈ ചെയ്യും കേട്ടോ. അവൻ്റെ കിടത്തം കണ്ട് നിങ്ങളാരൊന്നും വിചാരിക്കേണ്ട. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ ആൾ കൂട്ടിലാണ്, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലാത്ത സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ അവിടെ കിടക്കുന്നത് കേട്ടോ. നേരെ ഇവർക്കുള്ള മത്തങ്ങ വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നു. വേറെ ഒന്നുമല്ല, ഇവരെ കൂട്ടിലാക്കാൻ വേണ്ടി കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ കുടുംബത്തിലൊരു മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വേഗം അങ്ങോട്ട് പോകണം. അവിടെ പോകണേ മുന്നേ ഇവരെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞൂസിൻ്റെയും മേട്ടൂൻ്റെ കാര്യം നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവരത് അങ്ങനെയല്ല, അവർ ചെറിയൊരു മക്കളല്ലേ. ഞാൻ പോയി വരോളം ഇവർക്ക് വിശക്കാൻ പാടില്ല. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വീണ്ടും ഞാൻ ഇവർക്ക് പാൽ കൊടുക്കാം കേട്ടോ. പാൽ മാത്രമല്ല, പാലിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. വയറ് ദമ്പാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഞാൻ എത്തുന്നുണ്ടാവുക. അവർക്ക് വിശക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ മേട്ടത് കഴിക്കാത്തതുകൊണ്ട് അത് ഞാൻ കുഞ്ഞൂസിനും കൊടുത്തു. അവൾക്ക് ഞാൻ സെപ്പറേറ്റ് മുട്ട പുഴുങ്ങിയതും കൊടുത്തു കേട്ടോ. പിന്നെ ഇവരോട് 2 പേരോടും ബായി പറഞ്ഞിട്ട് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ബാമീനെയും കൊണ്ടാണ് പോണത്. ബാമി മാത്രമല്ല, അമ്മയും അമ്മും ഭവ്യയും എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മയുടെ ചെറിയച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള പോക്കാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗ് എടുത്ത് തുടങ്ങിയ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്നും കറക്റ്റ് സമയത്തായിട്ടില്ലല്ലോ. ഇപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഫുഡ് കൊടുത്തതിന് ശേഷം വീണ്ടും പാൽ കൊടുത്തതെന്ന്. കാരണം ഞാൻ വരോളം വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുള്ളൂ എന്നുള്ള ബോധം എനിക്കുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര ബഹളം വെപ്പായിരുന്നു. കാരണം നന്നായിട്ട് വിശന്നിട്ടുണ്ടാവേ. പിന്നെ വേവിച്ച് വെച്ച മത്തങ്ങയിൽ കുറച്ച് തൈരും മിക്സ് ചെയ്തിട്ട് ഞാൻ നേരെ ശങ്കരനും കൊടുത്തു കേട്ടോ. പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് തൈരും അതുപോലെ തന്നെ മത്തങ്ങയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലൊക്കെ ഇവരുടെ മീൽസ് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ചെറുപ്പത്തിൽ കുഞ്ഞൂസിനൊക്കെ അത് കൊടുക്കാത്തത് കൊണ്ട് അവരിപ്പോൾ അത് കഴിക്കാറുമില്ല. അതിൻ്റെ വിഷമം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ അത് ശീലമാവട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ പിന്നാലെ തന്നെ വയറ് ദമ്പായിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുത്തിട്ടോ. കാരണം ഹെവി മീൽസ് ഞാൻ ഇവർക്ക് രാവിലെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റേത് പാലും വെള്ളമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം മെല്ലെ ഞാൻ 2 എണ്ണത്തിനും പുറത്തിട്ടു കേട്ടോ. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇവരൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാട്ടോ. വേണ്ടി ഞാൻ കുറച്ച് ട്രീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ട്രെയിനിങ് ചെയ്യിക്കാനാട്ടോ. എന്താണെന്ന് അറിയില്ല, ഇവരെ രണ്ടാളും ട്രെയിൻ ചെയ്യിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. കുഞ്ഞൂസിന് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആൾ നന്നായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശങ്കരൻ എൻ്റെ 7 അഴകത്ത് വരുന്നുമില്ല, ഞാൻ പറഞ്ഞു കേൾക്കുന്നുമില്ല. പക്ഷേ ശങ്കരി അങ്ങനെയല്ല കേട്ടോ. ഇത് തര ഇരിക്കി എന്ന് പറഞ്ഞപ്പോൾ ആൾ ഇരിക്കുന്നുണ്ട്, ബാക്കിലേക്ക് പോകുന്നുണ്ട്, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇരിക്കിയെന്ന് പറയുമ്പോൾ വീണ്ടും ആൾ ഇരുന്ന് തരുന്നുണ്ട്. ശങ്കരനോ ഇരിക്കിയെന്ന് പറഞ്ഞിട്ടോ പിടിച്ചിരുത്തിയിട്ടോ ആളിരിക്കുന്നൊന്നുമില്ല കേട്ടോ. ശങ്കരി ഗുഡ് ഗേൾ ആട്ടോ. അത് ഞാൻ ആദ്യം മുതലേ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്. പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കേൾക്കാനും അനുസരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നടത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൂട്ടിലാക്കി അവർ നല്ല ഉറക്കമാണ് കേട്ടോ. ഞങ്ങൾ നേരെ ചുഞ്ചിരീനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടോ. അവൾ എപ്പോഴെങ്കിലൊക്കെ വരുന്ന ഒരാളല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവളെ ആക്റ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ട് നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ മല കയറ്റുന്നതും മല ഇറക്കുന്നതും. സത്യം പറയാലോ, പ്രാഗിയിട്ടാണ് ആ പെണ്ണ് ആ മല ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ നമ്മൾ ഹിൽ ടോപ്പിലുള്ള ചായക്കടയിൽ പോയിട്ട് നല്ല അടിപൊളി പഴംപൊരിയും ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തി
എത്തിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ രണ്ടെണ്ണം ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു. ശങ്കരനെ മെല്ലെ ജസ്റ്റ് പുറത്തിറക്കി. ശങ്കര നേരെ പോയി വെള്ളത്തിൽ ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അവനെ ഉണക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ശങ്കരി വാ ഇവിടെ വന്ന് ഇരിക്കി പറഞ്ഞപ്പോൾ ആളിരുന്നു. അപ്പം തന്നെ ആളെൻ്റെ കയ്യിക്കാൻ നോക്കണം ഞാൻ എന്തെങ്കിലും കൊടുക്കുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ട്രീറ്റ് തരാം ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളവിടെ ഇരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ട്രീറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾ കേൾക്കുന്നുണ്ട്. നല്ല കുട്ടിയാണ് കേട്ടോ. അത് കരുതി ശങ്കരൻ നല്ല കുട്ടി അല്ല എന്നല്ല കേട്ടോ. അവനെന്തായാലും ഇനി ഞാൻ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കും. ശങ്കരി ഹായ്. ഏകദേശം ഒരേ പേരുള്ളതുകൊണ്ട് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടോയെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇപ്പം മനസ്സിലായില്ല ഇല്ലയെന്ന്. 12 അവർക്ക് ഇപ്പോഴാണ് ഭക്ഷണം കൊടുക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് മൊത്തത്തിൽ ചളബള ദിവസം ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫുഡിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് പൊതുവേ ഞാൻ 2 ടൈമിലാണ് അത്യാവശ്യം നല്ല ഹെവി മീൽസ് കൊടുക്കാറുള്ളത്. അത് മെല്ലെ കുറയ്ക്കണം കേട്ടോ. ഒറ്റത്തവണ ആക്കും. പെട്ടെന്ന് ചെയ്യുന്നില്ല, കാരണം കുഞ്ഞു പിള്ളേരല്ലേ. കുറച്ച് നേരം അവരെ സർക്കിട്ടൊക്കെ നടത്തിയതിന് ശേഷമായിട്ടോ കിടക്കാൻ കിടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും മറ്റൊരു ദിവസം കറക്റ്റ് ഫുഡിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ട് തരുന്നുണ്ട് കേട്ടോ.